ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ശിവരാത്രിയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ 26-ാം തീയതിയാണ് ശിവരാത്രി. പക്ഷെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് 22 ഫെബ്രുവരി ആയിരുന്നു. നമ്മുടെ എറണാകുളത്ത് തമ്മനം കർണകോടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ശിവാലയം ടെമ്പിളിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ആ ടെമ്പിളിൽ കുറച്ച് ദിവസം മുമ്പ് പുനരുദ്ധാരണത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 9-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ വലിയൊരു ഗ്രാൻഡ് ഫങ്ഷനായിട്ടാണ് ചെയ്തിരുന്നത് അവിടെ. അപ്പോൾ കുറേ ദിവസമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ ഓക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സെലിബ്രിറ്റീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് ഒരു ബാഗ് പാക്കിംഗ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, കണ്ടാലോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ബുല്ലാക്ക്, മൂക്കുത്തി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് പോകാണ്ടിരിക്കാനായിട്ട് ഒരു ചെറിയ കവറിൽ, അതിൻ്റെ തന്നെ കവറാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ അത് പുറത്തെടുത്തു. എന്നിട്ട് അത് അതിൽ തന്നെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ, വെറുതെ ഒരു ഷോ. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പെട്ടിയിലാണ് പാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൊണ്ടുപോകുമ്പോഴേക്കും അതിൻ്റെ കല്ലും മുത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ സീനാവില്ലേ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മലെടുത്ത് വെച്ചു, അതിന് മാട്ടി എടുത്ത് വെച്ചു. കമ്മലിന് നല്ല വെയിറ്റ് ആട്ടോ. അപ്പോൾ മാട്ടി ഇടാണ്ട് ഈ സംഭവം ഇടാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ ചന്ദ്രക്കല പോലെ വരുന്ന ഒരു മാലയാണ്. അത് നമ്മൾ ഓൺലൈൻ ഒരു സ്റ്റോറിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിയതല്ല. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ചായിട്ട് ഇങ്ങനെ നമ്മളത് കരുതി പൈസ കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു ക്രേസാണ്, ഇങ്ങനെ ജ്വല്ലറി കളക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രേസാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഫംഗ്ഷൻ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡാൻസിനൊക്കെ ഇടാമല്ലോ. അതുകൊണ്ട് കുറച്ച് ഹെവി ഓർണമെൻറ്റ്സ് വാങ്ങി കളക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. ഈ വള എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഇവിടെ തിരുപ്പതിയിൽ നിന്ന് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആ വള നമ്മൾ ഇത് പ്രോഗ്രാമിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അതെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ നെറ്റിച്ചുട്ടി എടുത്ത് വെച്ചു. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, കറുത്ത ചരടും പിന്നെ വെളുത്ത ചരടും ഒക്കെ കെട്ടി നേരത്തെ തന്നെ സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും, മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ, ഇത് മുടിപ്പൂ എന്ന് പറയും. മുടിപ്പൂ ഭരതനാട്യത്തിന് അല്ലെങ്കിൽ ഡാൻസിനല്ലാതെയും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീഷോയിൽ അല്ലെങ്കിൽ ആമസോണിൽ തപ്പിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരുപാട് രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ലോങ് ചെയിൻ വേണം. അത് ഭരതനാട്യത്തിൻ്റെ തന്നെ രീതിയിൽ വരുന്ന ഒരു ലോങ് ചെയിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരപ്പട്ട എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഇടാം. അതായത് ഈ കെംപ് സ്റ്റോൺ ഉണ്ടല്ലോ, അതായത് റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺ വരുന്നതുണ്ട്, അല്ലെങ്കിൽ ബെൽറ്റ് പോലെ വരുന്നുണ്ട്. പല രീതിയിലുള്ള അരപ്പട്ടകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, കോമ്പറ്റീഷൻ അല്ല പോകുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനത്തെ അരപ്പട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലക്ഷ്മിയുടെ അരപ്പട്ടയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ എടുത്ത് വെച്ചത്. പിന്നെ പൂക്കൾ തന്നെ ഇപ്പോൾ ഭരതനാട്യത്തിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിന് എന്താണോ മാച്ച് ആവുന്നത് ആ രീതിയിലുള്ള എല്ലാ പൂക്കളും എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പക്ഷേ നമ്മുടെ ഭരതനാട്യത്തിന് യൂസ് ചെയ്യുന്ന 2 പൂക്കളാണ് എടുത്ത് വെക്കാറ് സാധാരണ. പിന്നെ ഈ റോസിൻ്റെ ഇതുണ്ടല്ലോ, അത് ക്ലിപ്പാണ്. അത് നമ്മുടെ അൻവിക്കുട്ടിയുടെ ക്ലിപ്പാണ്. അതൊരു പ്രാവശ്യം ഒരു മഹാരാഷ്ട്ര ഇതായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാമിന് ഞാൻ പാർവതി ആയിട്ടും കൂടി വേഷം ഇടുന്നുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് വെച്ചത്. തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആൾ എന്നെ വന്നിട്ട് ശരിയാക്കും. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളൊരു എന്താ പറയുക, ഒരു ആലോവേര ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ചിലങ്ക, പിന്നെ ഈ മാല എന്ന് പറയുന്നത് പാർവതി ഭരണയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാലയാണത്. പിന്നെ സാരി എന്ന് പറയുന്ന റെഡ് കുഞ്ഞു കുഞ്ഞു ചെക്സ് വരുന്ന, അതിൻ്റെ രുദ്രാക്ഷ ബോർഡർ വരുന്നൊരു സാരിയാണ്. പിന്നെ 2 ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചു. രണ്ടും ഒരു കരിമ്പച്ച കളറിലെ ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ ബാഗിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹെയർ ജെല്ല്, ആലോവേര ജെല്ലാണ്, അതെടുത്ത് വെച്ചു. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ ആ ഒരു ബോക്സ് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ടിഷ്യൂസ് എടുത്ത് വെക്കാം. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഇത് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കോമ്പ് കൊണ്ടുവന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലങ്ക എടുത്ത് വെച്ചു.
നമ്മൾ കോമ്പ് സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ. കാരണം ഈ എന്തെങ്കിലും ഡാൻഡ്രഫ് അങ്ങനെ വല്ലതും വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാർവതി ഭരണത്തിന് വേണ്ടിയിട്ട് ശിവനും പാർവതിക്ക് ഇടാനുള്ള 2 മാല, അത് ഞാൻ ചുമ്മാ കെട്ടി വെച്ചതാണ്. പിന്നെ കുറച്ച് ചരട്, സ്ലൈഡ്, പിന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ സാരിയും ബ്ലൗസും ഇരിക്കുന്ന സംഭവം അതെടുത്തു വെച്ചു. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാലിൽ നോക്കിയപ്പോഴേക്കും കുറേ നാൾ മുന്നെയാണ് നെയിൽ പോളിഷ് ഇട്ടത്. പിന്നെ ഈ ഇടയ്ക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൂടി ഭയങ്കര മടിയാണ്, തുടച്ച് കളഞ്ഞിട്ട് വേറെ ഇടാൻ മടിയായതുകൊണ്ട് സെയിം കളർ തന്നെ വെച്ചിട്ട് ചെറിയതായിട്ടൊരു ടച്ചപ്പ് അതാണ് മിക്കവാറും ചെയ്യാറ്. എനിക്ക് ഭയങ്കര മടിയാണ്, അതുകൊണ്ട് അങ്ങനെ ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് വൃത്തിയായെന്ന് തോന്നുന്നു അല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ശിവൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, ലെപ്പർഡ് പ്രിൻറ്റിൻ്റെ. അപ്പോൾ അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ എന്താ പറയുക, ആനിമൽ ഇത് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു റിഹേഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ബിഹൈൻഡ് ദ സീൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.